പുതിയ വീട്ടിലേക്ക് മാറാനായി പൊളിച്ചതല്ല, മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ഏക ആശ്വാസം അപകട സമയത്ത് വീടിനകത്തുണ്ടായ മകൾ ജീവനോടെ രക്ഷപ്പെട്ടു എന്നത് മാത്രം. എൻ്റെ മോള് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഒരു നിമിഷം തെറ്റിക്കഴിഞ്ഞ് പറഞ്ഞ മോളും ഉള്ളൊരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ആ ബെഡ്റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഹാളിൽ ഇരുന്നിട്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ബാക്കത്തെ ഓടെല്ലാം പടി വീണപ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടെ ഇറങ്ങി ഓടി. കഴിഞ്ഞ മഴക്കാലത്ത് ഇവർ താമസിച്ച വീട് പൊളിഞ്ഞു വീണു. പിന്നീട് വീടിനടുത്തെ കാലിത്തൊഴുത്തിലേക്ക് മാറി. കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടിക്ക് പുതിയ വീട് വയ്ക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് എന്നുള്ളതാണ്. കാരണം എവിടെ താമസിക്കും, 2 കുട്ടികൾ പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് പഠിക്കാൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് അടുത്ത വീട്ടിലും അങ്ങനെയൊക്കെയാണ് ഇരുന്നിട്ടുള്ളത്. പേടിച്ചിട്ടായാലും മഴ നനയാതെ കിടക്കാമായിരുന്നു. ആദ്യ വീട് മഴയെടുത്തിട്ടും ₹1 പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഇനി ഈ മഴയത്ത് കയറിക്കിടക്കാനും ഇടമില്ല.